ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അശ്വതിയെ കുത്താനായി ചെല്ലുന്ന ഐശ്വര്യയാണ് കാണിക്കുന്നത്. അങ്ങനെ ഐശ്വര്യ അശ്വതിയെ കുത്താനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ അശ്വതി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ശ്യാം അങ്ങോട്ടേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ അശ്വതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കത്തിയും പിടിച്ച് തൻ്റെ അടുത്ത് നിൽക്കുന്ന ഐശ്വര്യയാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതിയും ശ്യാമയും. തുടർന്ന് ഐശ്വര്യയോട് ശ്യാമ എന്തിനാ കിച്ചണിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വെറുതെ പാചകം ചെയ്യാൻ വന്നതാണെന്ന് ഐശ്വര്യ പറയുന്നു. അല്ല, ആ പതിവ് നിങ്ങൾക്കില്ലല്ലോ എന്ന് ശ്യാമ ചോദിക്കുന്നു. അല്ല ശ്യാമേ, ഞാനിപ്പോ എല്ലാ ജോലിയും ചെയ്യാറുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധരയും അമൃതയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള കത്തി പിന്നിലേക്ക് മറച്ചു പിടിക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് ശ്യാമ ബലമായി ഐശ്വര്യയുടെ കൈ നോക്കുമ്പോൾ കത്തി കാണുന്നു. കത്തി കാണുന്ന ശ്യാമയും അശ്വതിയും ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് പിന്നെ ഞാൻ കറിക്ക് നുറുക്കാൻ വേണ്ടി എടുത്തതാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ നീ ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ ഈ കത്തി എടുത്തതെന്ന് വസുന്ധര ചോദിക്കുന്നു. നീ അശ്വതിയെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അല്ലമ്മയെന്ന് ഐശ്വര്യ പറയുന്നു. അശ്വതിയോട് എനിക്കൊരു പിണക്കവുമില്ല, മാപ്പ് പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ രണ്ടും കൽപ്പിച്ച ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നും എനിക്കറിയാമെന്ന് വസുന്ധര പറയുമ്പോൾ അവസരം വരുമ്പോൾ എല്ലാത്തിനും ശരിക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ഒന്നും പറയാതെ നിൽക്കുന്നതാ നല്ലതെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. തുടർന്ന് കത്തിയെടുത്ത് വസുന്ധരയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഐശ്വര്യ പറയുകയാണ്, ഇന്നാ അമ്മ തന്നെയല്ലേ പറഞ്ഞത് നേരത്തെ എന്നെ കൊല്ലുമെന്ന്, ഇന്നാ കൊന്നേക്ക്. തുടർന്ന് ദേഷ്യത്തോടെ ഐശ്വര്യയുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങി ഐശ്വര്യയെ കുത്താനൊരുങ്ങുകയാണ് വസുന്ധര. എല്ലാവരും വസുന്ധരയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരോടും മാറി നിൽക്കാൻ വസുന്ധര പറയുന്നു. എന്റെ വീട്ടിൽ നീ ഒരുപാട് ദ്രോഹങ്ങളാ ചെയ്തു കൂട്ടിയത്. അവസാനം ശ്രീകുട്ടിയെ കത്തിക്കാൻ നോക്കിയതും നിന്റെ പ്ലാൻ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ ഇനി വെറുതെ വെച്ചേക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നിമിഷം നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകുമെന്നും വസുന്ധര പറയുമ്പോൾ എന്നെ കൊല്ലല്ലേ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് എല്ലാവരും ചേർന്ന് വസുന്ധരയെ പിടിച്ചു നിർത്തി ഐശ്വര്യയോട് ഓടിപ്പോകാൻ പറയുകയാണ്. അങ്ങനെ ഐശ്വര്യ പോയതിനു ശേഷം ആകെ തകർന്നു നിൽക്കുന്ന വസുന്ധരയെ താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അമൃതയും ശ്യാമയും അശ്വതിയും. പിന്നീട് കാണിക്കുന്നത് അരുൺ വക്കീലിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. ഐശ്വര്യ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തരുമോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അതൊരിക്കലും നടക്കില്ലെന്ന് അരുൺ പറയുന്നു. ഇത് കേൾക്കുന്ന വക്കീൽ പറയുകയാണ്, പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോ നിങ്ങളുടെ വീട്ടിലല്ലേ അശ്വതിയും കുഞ്ഞുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേസ് ഫയൽ ചെയ്താലും ചിലപ്പോൾ ഐശ്വര്യയ്ക്ക് അനുകൂലമായിരിക്കും വിധി വരാൻ പോകുന്നത്. വേറെ വഴിയൊന്നുമില്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ഐശ്വര്യ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ജീവന് ആപത്താണെന്ന് പറഞ്ഞ് ഒരു പോലീസ് കേസ് ഫയൽ ചെയ്യണം. എന്നിട്ട് പോലീസ് തന്നെ ഐശ്വര്യ അവിടുന്ന് മാറ്റണം. എന്നാൽ മാത്രമേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനാകൂ. നമുക്ക് താമസിയാതെ തന്നെ ഐശ്വര്യക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഐശ്വര്യക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ അരുൺ കണ്ടെത്തണമെന്ന് വക്കീൽ പറയുന്നു. ഐശ്വര്യയുടെ തനി സ്വഭാവം ഐശ്വര്യ എന്താണെങ്കിലും കാണിക്കും. അങ്ങനെ അവിടെ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുകയാണെങ്കിൽ ആ തെളിവുകൾ ശേഖരിക്കണം. അതായിരിക്കും നമ്മൾ ഐശ്വര്യക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആയുധം. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അമൃതയും ചേർന്ന് ഭക്ഷണമെല്ലാം ടേബിളിൽ കൊണ്ടുവെക്കുന്നതാണ്. അതേസമയം താൻ അതിൽ വിഷം ചേർക്കുന്നതായും ശ്യാമയും അശ്വതിയും ശ്രീകുട്ടിയും അത് കഴിച്ച് മരിക്കുന്നതായുമെല്ലാം ഐശ്വര്യ നിന്ന് സ്വപ്നം കാണുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന വസുന്ധര ചോദിക്കുകയാണ്, നീ ഇവിടെ എന്തെടുക്കുകയാ? കറികളിൽ വിഷം ചേർക്കുകയാണോ? അതോ ആരെങ്കിലും വിഷം ചേർത്ത് കൊല്ലുന്നതായി സ്വപ്നം കാണുവാണോ? ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ വസുന്ധരയെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്നതാണ്. ശ്രീകുട്ടിയും അരുണും കൂടി സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ ഉണ്ടായിരുന്ന കറിപ്പാത്രം താഴേക്കെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ഇത് കാണുന്ന അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യ തല്ലാനായി ഒരുങ്ങുമ്പോൾ വസുന്ധര അരുണിനെ തടയുകയും ഐശ്വര്യയോട് ഇതെല്ലാം തുടച്ചു മാറ്റാൻ പറയുകയും ചെയ്യുന്നു. എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോർക്ക് എടുത്ത് ഐശ്വര്യയ്ക്ക് നേരെ നീട്ടി മര്യാദയ്ക്ക് തുടയ്ക്കാൻ പറയുകയാണ് വസുന്ധര. ഇത് കാണുന്ന ഐശ്വര്യയ്ക്ക് വസുന്ധര തൻ്റെ കഴുത്തിൽ കത്തിവെച്ച കാര്യമെല്ലാം ഓർമ്മ വരുന്നു. തുടർന്ന് ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടേക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അമൃതയോട് മോപ്പ് എടുത്തുകൊണ്ട് ഐശ്വര്യയ്ക്ക് കൊടുക്കാനും ഐശ്വര്യ എല്ലായിടവും ക്ലീൻ ചെയ്യട്ടെ എന്നും വസുന്ധര പറയുന്നു. തുടർന്ന് ശ്രീകുട്ടി ചോദിക്കുകയാണ്, ആൻറ്റി എന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ ഇതെല്ലാം തറയിലിട്ട് പൊട്ടിക്കാൻ? എനിക്കിത് കണ്ടിട്ട് ചിരി വരുന്നെന്നൊക്കെ ശ്രീകുട്ടി പറയുമ്പോൾ അങ്ങോട്ടേക്ക് മോപ്പുമായിട്ട് വരികയാണ് അമൃത. തുടർന്ന് അത് വെച്ച് അവിടേക്ക് വൃത്തിയാക്കാൻ വസുന്ധര ഐശ്വര്യയോട് പറയുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ അശ്വതിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.